അടിസ്ഥാന സൗകര്യ വികസനമാണ് വയനാട്ടിലെ ടൂറിസം മേഖലയുടെ ഏറ്റവും അത്യാവശ്യമായ കാര്യം. അതിൽ തന്നെ ജില്ലയിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാന ആവശ്യം. വയനാട്ടിനെ മറ്റ് പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരത്തിൽ അടിക്കടി ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് സഞ്ചാരികളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിലവിലുള്ള ചുരം റോഡുകളുടെ വികസനം, അതോടൊപ്പം ജില്ലയ്ക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന എയർ സ്ട്രിപ്പ് നിർമ്മാണം വേഗത്തിലാക്കുക, കണ്ണൂർ, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് ആധുനിക ബസ് സർവീസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ടൂറിസം മേഖല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏറെക്കാലമായി കടലാസിലൊതുങ്ങുന്ന അടിവാരം റോപ്പ് വേയുടെ നിർമ്മാണവും ടൂറിസം വികസനത്തിന് അത്യാവശ്യമാണ്. അടിസ്ഥാന സൗകര്യ വികസനം പോലെ തന്നെ പ്രധാനമാണ് ഡെസ്റ്റിനേഷനുകളുടെ മാനേജ്മെൻറ്റ്. ടൂറിസം കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്ന വലിയ ജനത്തിരക്കൊഴിവാക്കാൻ കൃത്യമായ ആസൂത്രണം വേണം. അതുപോലെ വന്യജീവി കേന്ദ്രങ്ങളിലെ സഫാരി സമ്പ്രദായം പരിഷ്കരിക്കണം. പ്ലാന്റേഷൻ ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള പ്രദേശമാണ് വയനാട്. അതിന് പ്രാധാന്യം നൽകണം. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നുമില്ലാത്ത ചെറുകിട അഡ്വഞ്ചർ പാർക്കുകൾക്കും പ്രോത്സാഹനം നൽകണം. രാമായണവുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വയനാട്. അതുകൊണ്ട് തന്നെ ആത്മീയ ടൂറിസത്തിനും വലിയ സാധ്യതകളുണ്ട്. പുതിയ കാലത്ത് ടൂറിസം വികസനത്തിന് മാർക്കറ്റിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണ്. വയനാട്ടിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിപക്ഷവും ഇപ്പോഴും ആഭ്യന്തര ടൂറിസ്റ്റുകളാണ്. അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ വയനാടിന് ഇപ്പോഴും പ്രമുഖമായൊരു സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ അന്തർദേശീയ ട്രാവൽ മാർട്ടുകളിൽ വയനാടിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കണം. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടിയേ തീരൂ. മറ്റൊന്ന്, ഓഫ് സീസണിൽ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കലാണ്. ഇതിന് മൺസൂൺ ടൂറിസത്തിന് പ്രാധാന്യം നൽകണം.